ഇന്ന് പ്രതിപക്ഷ നേതാവിനെതിരായി ചട്ടം 154 പ്രകാരം അവകാശ ലംഘനത്തിന് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നോട്ടീസ് നൽകുകയുണ്ടായി. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരായി ചട്ടലംഘനത്തിന് നോട്ടീസ് നൽകേണ്ടി വന്നത്. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രതിപക്ഷ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എക്കാലവും സഭയ്ക്കും സഭാ അംഗങ്ങൾക്കും പൊതുസമൂഹത്തിനും മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. എന്നാൽ 15ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് എല്ലാ കീഴ്വഴക്കങ്ങളും മര്യാദകളും ലംഘിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിക്കെതിരായി, പ്രത്യേകിച്ചും അദ്ദേഹത്തിനെതിരായും പിന്നെ പൊതുവെ മന്ത്രിമാർക്കെതിരായും ഏറ്റവും തരം താണ വർത്തമാനമാണ് അല്ലെങ്കിൽ പ്രസംഗമാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഒരിക്കൽ പോലും ഒരു സാധാരണ നിയമസഭാ അംഗത്തിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധിക്കാത്ത തരത്തിൽ ഏറ്റവും മോശപ്പെട്ട പദങ്ങളാണ് ഇന്നലെ ഉപയോഗപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ മന്ത്രി ശവൻ എന്ന് വിളിച്ചാണ് ഇന്നലെ ആക്ഷേപിച്ചത്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ മാത്രമല്ല മറ്റെല്ലാ മന്ത്രിമാരെയും കൂടി ചേർത്തുകൊണ്ട് അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തിയത്. പൊതുവേദിയിൽ ഇത്തരം അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇത്തരം മോശപ്പെട്ട പദപ്രയോഗങ്ങൾ നടത്തുകയായിരുന്നു. ഇവനെപ്പോലത്തെ ആളുകൾ മന്ത്രിമാരായി ഇരിക്കാൻ യോഗ്യതയുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ പിള്ളേരെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ, കഷ്ടം. അപ്പൊ ഇവൻ എന്ന പദം യഥാർത്ഥത്തിൽ നിയമസഭാ സാമാജികർക്ക് മറ്റൊരു ആളെ സംബന്ധിച്ച് പറയാൻ പറ്റുന്ന പദമാണോ? എന്തൊരു അഹങ്കാരമാണെന്ന് നിങ്ങൾ നോക്കൂ. കേരളത്തിൻ്റെ അത്യുന്നതങ്ങളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം സഭയിലെ ഒരു മന്ത്രിയോട് ഇവൻ അവൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന രീതി എല്ലാ മാനദണ്ഡങ്ങൾക്കും ലംഘനമാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് ഒരാഴ്ച തികഞ്ഞില്ല തൃശ്ശൂരിലെ കലോത്സവത്തിൻ്റെ വിജയികൾക്കുള്ള സമ്മാനം നൽകുമ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇതുപോലെ നല്ലൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വേറെ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ പറഞ്ഞ നാവ് കൊണ്ട് 2, 3, 4, 5 ദിവസം കഴിയുമ്പോൾ ഇവനെന്നും അവനെന്നും കൊള്ളരുതാത്തവനെന്നും പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു. മറ്റു ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതെവിടെ നിങ്ങളോട് തന്നെ അത് പറയുന്നതിന് എനിക്ക് കുറച്ച് നാണമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളോട് ചില സ്ത്രീകൾ പ്രതികരിച്ചത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. അതുകൊണ്ട് ഞാൻ അത്തരം ചില മോശപ്പെട്ട പ്രയോഗങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല. പിന്നും പറഞ്ഞു, എക്സൈസ് കൊടുത്താൽ നമുക്ക് ബോധമില്ലാതെ പറഞ്ഞതാണെന്ന് വിചാരിക്കാമായിരുന്നു.
ഈ പരാമർശത്തിലൂടെ നിലവിലുള്ള എക്സൈസ് മന്ത്രിയെ കൂടി മോശക്കാരനാക്കുകയാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എക്സൈസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെല്ലാം ഈ നിലയിലാണ് എന്ന് പറഞ്ഞു വയ്ക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എത്ര മോശപ്പെട്ട പദപ്രയോഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്കെതിരെയും പൊതുവെ മന്ത്രിമാർക്കെതിരെയും ഇത്തരം ചില പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാളെ എനിക്ക് അധികാരം കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു ഭ്രമം തലയ്ക്ക് പിടിച്ചിട്ടാണ് ഇത്തരം ചില ജൽപ്പനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് പൊതുസമൂഹം അംഗീകരിക്കുന്നതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ സഭയുടെ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ധാരാളം പേർ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഒരിക്കൽ പോലും വരാത്ത പദപ്രയോഗങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആണ് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ചട്ടം 154 പ്രകാരം ഇത് അവകാശ ലംഘനമാണ്, ഇത് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കണം. ഇത് രണ്ടും ചേർന്ന്, അതായത് ഒരാളിനുള്ള അവകാശങ്ങൾ എന്തെല്ലാമാണ്, ആ അവകാശങ്ങളെ ഹനിക്കുന്ന നിലപാടുകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് എത്തിക്സ് കമ്മിറ്റിയും പ്രിവിലേജ് കമ്മിറ്റിയും ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗം ഒരിക്കലും ഇനി സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ എടുത്ത് അത് മുഖവിലക്കെടുത്ത് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അങ്ങ് താന്ന് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ, തിരുവനന്തപുരം സിറ്റിയിലെ ബോർഡുകൾ വയ്ക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം. എന്തിനായിരുന്നു അങ്ങനെ ഒരു ബോർഡ് വയ്ക്കുന്നതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? നമ്മളത് മനസ്സിലാക്കിയതാണ്. എപ്പോഴും അസഹിഷ്ണുതയാണ്. വീണ ജോർജിനെതിരായിട്ട് മോശപ്പെട്ട പരാമർശം സഭയ്ക്കകത്ത് നടത്തിയിട്ടുണ്ട്. ശ്രീ നൌഷാദ് പാനൽ ഓഫ് ചെയർമാൻമാരുടെ ഭാഗമായി ചെയറിൻ്റെ സീറ്റിലിരിക്കുമ്പോൾ നൌഷാദിനോട് വളരെ മോശമായിട്ട് അദ്ദേഹം പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അസഹിഷ്ണുതയാണ്. ഞാനാണ് സർവവിജ്ഞാന കോശം, ഞാനല്ലാതെ മറ്റാർക്കും ഈ ഒരു കാര്യങ്ങളും അറിയില്ല എന്നുള്ള ഒരു അഹങ്കാരം, ഹുങ്ക് പ്രതിപക്ഷ നേതാവ് വെച്ചു പുലർത്തുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എത്തിക്സും പ്രിവിലേജ് കമ്മിറ്റിയും ഈ കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളത് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ വിവരം നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്.